നമസ്കാരം. സുഷമ ടീച്ചറുടെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ പിന്നെയും പൂക്കുമീ ചില്ലകൾ എന്ന ഭാഗമാണ് എടുക്കുന്നത്. അതിൽ പി.കെ. പാറക്കടവിൻ്റെ ഒരു കൊച്ചു മിനിക്കഥ അതാണ് കൊടുത്തിരിക്കുന്നത്. എന്താന്ന് നോക്കൂ. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീർ ആകാശവും ആകാശത്തിലായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേര് പടരും എന്ന് പറയാം അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീർ ആകാശവും, നമ്മൾ ഈ ഭൂമിയിൽ നിന്നാണ് ഉയർന്ന് വലുതായി വരുന്നത് അല്ലേ. കാരണം മനുഷ്യൻ ഇരുന്ന് ചെറിയ കാലങ്ങളിൽ ചെറുപ്പം നമ്മൾ പഠിച്ച് വലിയ സ്ഥാനങ്ങളിലേക്കും ആകാശമുട്ടെ വളർന്നാലും നമ്മൾ വന്ന വഴി മറക്കരുത് എന്നാണ്. അതാണ് ആകാശത്തിലായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത് എന്നാണ്. നമ്മുടെ വേരുകൾ എപ്പോഴും ഈ ഭൂമിയിൽ തന്നെയാണ് അല്ലേ. നമ്മൾ ആ ഭൂമിയെ മറന്ന് ആകാശത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേരേറ്റ പിന്നെ മരം ഉണ്ടോ? അതുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വേര് എപ്പോഴും എവിടെ കാണണം? ഭൂമിയിലാണ് അല്ലേ. അപ്പോൾ ഭൂമികളിൽ നമ്മൾ പണ്ടുള്ള ഒരു ആൾക്കാർ പറയും ഇരുന്നിട്ട് വേണം കാലും നീട്ടാൻ അല്ലേ എന്നതാണ്. അപ്പോൾ നമ്മൾ ആകാശം അല്ലെങ്കിൽ വീഴും. അതുപോലെയാണ് മരം. ഭൂമിയിൽ വേരില്ലെങ്കിൽ മരം വീഴും അല്ലേ. അതേപോലെയാണ് നമ്മൾ ഏറ്റവും ഉയർച്ചയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അഹങ്കരിച്ചിട്ട് വന്ന വഴിയൊക്കെ മറന്നെങ്കിൽ നമ്മുടെ ഉയർച്ച നാശത്തിലേക്കാണ് അല്ലേ. അപ്പം അത് എപ്പോഴും നമ്മൾ അതിൽ നിൽക്കുന്നില്ല. അപ്പോൾ വന്ന വഴി എപ്പോഴും എന്ത് ചെയ്യണം? മറക്കരുത് എന്നാണ്. അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നന്മയുണ്ടാകണം എന്നതും കൂടിയാണ് അതിലൂടെ ആ കഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് മനസ്സിൽ ഒരു പിടി മണ്ണും സൂക്ഷിക്കുക അല്ലെ. അപ്പൊ എന്നും ഒരു നന്മ സൂക്ഷിക്കണം. ഭൂമിയിൽ നിങ്ങൾ തളിർക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ തളിർക്കും. ഭൂമിയിൽ തളിർക്കുക എന്താ? നമ്മൾ നല്ല നിലയിൽ എത്താൻ കഴിയും. ജീവിതത്തിൽ ഉന്നത വിജയം നമുക്ക് നേടാൻ കഴിയും എന്നാണ്. ആകാശത്തിലും വേര് പടരും. അപ്പൊ ഭൂമിയിൽ മാത്രമല്ല നമ്മൾ ഉയർന്ന സ്ഥാനത്ത് എത്തുക, ലോകം മുഴുവൻ നമ്മളെ അറിയപ്പെടുന്ന ആളാണ്. അതാണ് ആകാശത്തും വേര് പടരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ലോകം മുഴുവൻ നമ്മളെ കുറിച്ച് അറിയും എന്നതാണ് ഈ കൊച്ചു കഥയിലൂടെ പി.കെ. പാറക്കടവ് വ്യക്തമാക്കുന്നത്. പുതുവർഷം എന്ന ഇനി കവിത നോക്കാം അല്ലേ. പുതുവർഷം എന്ന കവിത ആരാണ് എഴുതിയിരിക്കുന്നത്? വിജയലക്ഷ്മി അല്ലെ. വിജയലക്ഷ്മിയുടെ കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കൊച്ചു കവിതയാണ് ഇത് പുതുവർഷം എന്നത്. നോക്കൂ. അതില് കവയത്രിയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും പിന്നീട് വന്ന മാറ്റങ്ങളൊക്കെ കുറിച്ചിട്ടാണ് കവയത്രി ആ കവിതയിൽ പറയുന്നത്. നമുക്ക് ഇനി കവിതയെ നോക്കാം, ആശയം നോക്കാം അല്ലേ. എന്താ പറയുക നോക്കൂ. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരു പോയ കാലം. എന്താ പറയുന്നത്? അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ല. അത് നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം അമ്മയാണ് അല്ലേ. അപ്പോൾ എന്ത് അമ്മ പറഞ്ഞതും അത് സത്യമാണ്. അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, നമുക്കൊരു കുട്ടിക്കാലം. ആ കാലത്തെക്കുറിച്ചാണ് കവയത്രി പറയുന്നത്. അമ്മ പറഞ്ഞതിനപ്പുറം. അമ്മ അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി, പകലാണെന്ന് പറഞ്ഞാൽ പകൽ അല്ലേ. അതുപോലെ അമ്മ എന്ത് പറഞ്ഞോ അതെല്ലാം സത്യമാണ്, അത് ശരിയാണെന്ന് വെക്കുന്ന ഒരു കാലമാണ്. അത് പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ല. വേറെ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല അല്ലെ. അമ്മ പറഞ്ഞതാണ് ശരി, മറ്റൊന്നുമില്ലെന്ന് ഇല്ലാതിരുന്നൊരു പോയ കാലം, തൻ്റെ കുട്ടിക്കാലം. അതാണ് പോയ ആ കുട്ടിയായിരിക്കുമ്പോഴാണ് ഇതൊക്കെ അല്ലെ. അമ്മ എന്ത് പറഞ്ഞാലും ശരി വെക്കുന്ന കാലം, അതാണ് പോയ കാലം. മാവേലി നാടു പാണിടം കാലം പാടിപ്പൂവും പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം. പിന്നെന്താ പറയുക? മാവേലി അതാണ് ഓണത്തിന്, തൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തെ കുറിച്ചും കവയത്രി ഓർക്കുകയാണ്. എന്താണ്? അപ്പോൾ മാവേലിയുടെ ചുറ്റും നമ്മൾ പാട്ടുപാടി, അതിന് മാവേലിയുടെ പാട്ട് പാടാറുണ്ടല്ലോ. അതാണ് മാവേലി നാടു വാണിടും കാലം. മാവേലി നാടു വാണിടും കാലം പാടിയിട്ട് പൂന്നുള്ളിപ്പറിക്കും അല്ലെ. പൂന്നുള്ളിപ്പോയി എന്നാൽ പൂടാനായിട്ട് പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം. ആ ഓണക്കാലം കൂടി കവയത്രി ഓർക്കുന്നു. പിന്നെന്താ പറയുന്നത്? ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട് ഞാനോരോ പടി എണ്ണി കയറുന്നേരം. അമ്പലത്തിൽ ദേവിതൻ കോവില് പറഞ്ഞാൽ അമ്പലം അല്ലെ. അമ്പലത്തില് കുഞ്ഞു ഉടുപ്പിട്ട് അമ്മയോടൊപ്പം കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് അമ്മയുടെ കൈ പിടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ഓരോ പടി എണ്ണി
കാരണം സ്റ്റെപ്പുകൾ ഇങ്ങനെ എണ്ണി എണ്ണി കയറും. അമ്പലത്തിന്റെ പടികള് അതാണ് പടി എണ്ണിക്കേറും നേരം, ഞാൻ ഓരോ പടി എണ്ണിക്കേറുന്ന നേരം പറഞ്ഞ സമയത്ത് കൂപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകും എന്നമ്മ ചൊന്ന കാലം. എന്താ പറഞ്ഞ കൂപ്പുക കൈ എന്നതിന് ഈശ്വരന് മുന്നിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ ആ ദൈവത്തിന്റെ മുന്നിൽ കൈ കൂപ്പുക. കൂപ്പുക അപ്പൊ കൂപ്പിയാൽ എന്ത് ചെയ്യും? കുഞ്ഞി കരിവളയുണ്ട് അല്ലെ, കുട്ടികൾക്ക് കരിവള ഇട്ട് കൊടുക്കുക. അപ്പൊ ആ കരിവളയെല്ലാം കാപ്പാകുന്നു. കാപ്പ് പറഞ്ഞാൽ സ്വർണ്ണവളയാണ്. പണ്ട് മുത്തശ്ശിമാരിങ്ങനെ തിരുവക്കായി ഒരു വളയിടും അല്ലെ, ചെറുതായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട്, അതിനാണ് കാപ്പ് എന്ന് പറയാം അല്ലേ. കാരണം വയസ്സായവരൊക്കെ ഇടുന്ന ഒരു വളയാണ് ശരിക്കും അത് ഇടുന്നത്. കാരണം വയസ്സായവരല്ല, പഴയ ഒരു മോഡല് വള അല്ലേ. അതിന് തിരുവക്കായ ഇങ്ങനെ ടൈറ്റായ ഒരു വളയുണ്ട്, ഇതിന് കാപ്പ് എന്ന് പറയാറുള്ളത്. അതൊന്നും സ്വർണ്ണ വള തന്നെയാണ്. അപ്പൊ പറയണം, അപ്പൊ കുട്ടി വിചാരിച്ചു അമ്മ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ തന്റെ കുപ്പിവളയൊക്കെ എന്താകും? സ്വർണമാകും അല്ലെ. അമ്മ അങ്ങനെ പറഞ്ഞു, കുട്ടി അത് വിശ്വസിച്ചു അല്ലെ. അമ്മ പറഞ്ഞത് എന്തും വിശ്വസിക്കല്ലേ. അപ്പൊ കുട്ടി അത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് പറയാം കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ കരിവള കാപ്പാകുമെന്ന് അമ്മ ചൊന്ന കാലം. ചൊന്ന പറഞ്ഞ കാലം. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും മുളിച്ച കാലം. നമ്മൾ സ്കൂളിൽ പോകുന്ന കാലമുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ആരും കണ്ട ചീത്ത പറയും, സെഞ്ചിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകും അല്ലെ. അപ്പൊ ആരെയും കാണാതെ, എന്നാൽ വീട്ടിൽ ആരെയും കാണാതെ, പിന്നെ സ്കൂളിൽ പോയ ടീച്ചേഴ്സും കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ പുസ്തക സഞ്ചിയില് കൊച്ചു നെല്ലിക്ക, വീട്ടിൽ നിന്ന് കൊച്ചു ചെറിയ ചെറിയ നെല്ലിക്കയും പച്ചപ്പുളി അല്ലെ, പച്ചപ്പുളിയൊക്കെ ഒളിച്ചിരുന്ന ഒരു കാലമുണ്ട് അല്ലെ. നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഒരു കാലം, അങ്ങനെ നടന്നൊരു കാലം. ആരോടുമില്ല വഴക്കെന്നും പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. കുട്ടിക്കാലത്ത് എല്ലാവരോടും ചിരിക്കും അല്ലെ. ആരോട് ദേഷ്യമോ വഴക്കിടയോ ഒന്നും അറിയില്ല. കുട്ടികൾക്ക് നിഷ്കളങ്കരാണ്. അപ്പൊ എല്ലാവരോടും ചിരിച്ച് നിഷ്കളങ്കമായി എല്ലാവരോടും കൂട്ടുകൂടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ് ആരോടും വഴക്കില്ല അല്ലെ. ആരോടുമില്ല വഴക്കൊന്നും പുഞ്ചിരി, എല്ലാവരോടും ചിരിച്ച് ആരോടുകൂടി നടന്ന കാലം, എല്ലാവരോടുകൂടി നടന്നിരുന്ന ഒരു കാലം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു അല്ലെ. ഓണത്തിന് പൂക്കളം ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും. ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ. കുട്ടികൾക്ക് പൂക്കളം ഉണ്ടാക്കാൻ അറിയില്ല അല്ലെ. അപ്പൊ സഹായിക്കാൻ ആര് വരും? അമ്മ വരും. അതാണ് അക്കാലം പൂക്കളം തീർത്തത് ഓർക്കുന്നു ഞാൻ ഇപ്പോഴും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിന് പൂക്കളം തീർത്തത് ഓർക്കുന്നു. നിശ്ചയമായിട്ടും ആരുടെ കൂടെ തന്നെയാണ്? അമ്മയുടെ കൂടെ തന്നെയാണ് പൂക്കളം ഇട്ടത്. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തും ഈ പൂക്കളോടൊപ്പം എൻ്റെ അമ്മയും തുമ്പപ്പൂ പോലെ അല്ലേ. എന്താ പറയുന്നത് നോക്കൂ, അമ്മ തുമ്പപ്പൂ പോലെയാണ് എന്നാ. തുമ്പപ്പൂ കണ്ടിട്ടില്ലേ? നല്ല വെളുത്ത ഭംഗിയുള്ള പൂവാണ് തുമ്പപ്പൂ അല്ലേ. മാവേലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും തുമ്പപ്പൂ നമ്മൾ പൂക്കളത്തിൽ ഇടാറുണ്ട്. അപ്പൊ പൂക്കളം ഇടുമ്പോൾ ആ പൂക്കളൊക്കെ മുറ്റത്തിന്, അതുവരെ മുറ്റത്ത് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോൾ നമ്മൾ ഓണത്തിന് പൂക്കളം ഇടുമ്പോൾ മുറ്റത്തിന് തന്നെ ഒരു ഐശ്വര്യമാണ്, ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും. ആ അമ്മ പൂക്കളം ഇടാനായിട്ട് അമ്മ മുറ്റത്തിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയൊരു മറ്റൊരു പൂക്കളമായിട്ട് കവിക്ക് തോന്നും, തുമ്പപ്പൂ പോലെ അല്ലെ. ആ തുമ്പപ്പൂ എത്ര നൈർമല്യമാണെന്ന്, എത്രയും പരിശുദ്ധമാണ്, അതേപോലെ പരിശുദ്ധമാണ് എൻ്റെ അമ്മ. അതുപോലെ ഐശ്വര്യമുള്ളവളാണ് എൻ്റെ അമ്മ, ഭംഗിയുള്ളവളാണ് അല്ലെ. എന്നാ അമ്മ എന്ന ആ പദത്തിന് തന്നെ ആ പ്രാധാന്യം കൊടുക്കുകയാണ് ആര്? കവയത്രി. തൻ്റെ അമ്മയെ അത്രയും കവയത്രി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ആ തുമ്പപ്പൂ പോലെ അത്രയും നിഷ്കളങ്കമായ നിർമ്മല പരിശുദ്ധമായ അമ്മയായിട്ടാണ് കാണുന്നത്. അതാണ് മുറ്റത്തിന് ഐശ്വര്യം ചാർത്തും പൂക്കളം, അതിനോടൊപ്പം എന്നമ്മയും തുമ്പപ്പൂ പോലെ. അതേപോലെ പൂക്കളത്തിന് എത്ര ഐശ്വര്യം ഉണ്ടോ അത്ര ഐശ്വര്യം എൻ്റെ അമ്മയ്ക്കും ഉണ്ട്. തുമ്പപ്പൂ പോലെ നിർമ്മലമായ, അത്രയും പരിശുദ്ധമാണ് എൻ്റെ അമ്മയും എന്ന് പറയാം. ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സു നെട്ടി അല്ലെ. പിന്നെ നമ്മൾ കുട്ടിക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലുതായി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ നിഷ്കളങ്കമൊക്കെ പോയി അല്ലെ. അപ്പൊ ആ കാലം എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ആകുലമാണ് ദുഃഖം എന്നൊക്കെയാണ് അല്ലെ. ചിന്തകൾ, ആകുല ചിന്തകൾ ആയിരം, മനസ്സിൽ 100,000 ചിന്തകൾ ഇങ്ങനെ വരും. അതിങ്ങനെ കുന്തം പോലെ കുന്തത്തിന്റെ കുന്തം അറിയാലോ.
അവളിങ്ങനെ നീട്ടത്തിൽ ഒരു ദണ്ടില്ലേ മോനെയുള്ളത് അല്ലേ, അതിനെയാണ് കുന്തങ്ങൾ. അപ്പൊ കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും അല്ലേ, ആഴത്തിൽ കോർക്കും ശിരസ്സു നിർത്തി, തല ഇങ്ങനെ നിർത്തിയിട്ട്, ശിരസ്സോണം തലാമ അല്ലെ, അതിങ്ങനെ എടുത്ത് കുത്തുന്ന പോലെ നമുക്ക് തോന്നും മനസ്സ്. തീരാ പക, എല്ലാവരോടും ഒരു ദേഷ്യമാണ് അല്ലെ, പക പറഞ്ഞ ദേഷ്യം അല്ലെ, തീരാ പകയും തിളക്കുമേ, മനസ്സിലിങ്ങനെ തിളക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ സ്നേഹവും ഉണ്ട് അല്ലെ, തിളക്കും സ്നേഹവും തീയിട്ടരിച്ചു മനസ്സുയർത്തി. സ്നേഹത്തിനൊക്കെ സ്നേഹവും എല്ലാം ഉണ്ട്, പക്ഷെ ആ സ്നേഹത്തെ തീയിട്ടരിക്കുകയാണ് നമ്മുടെ മനസ്സിലെ പകയും വിദ്വേഷവും. കാരണം ആ നമ്മുടെ ആ എന്താ പറയാ വളർച്ചയുടെ ഒരു കാലം മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. കാരണം ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മാനസികമായ ഒരു സംഘർഷമുണ്ട് അല്ലെ, അതൊക്കെയാണ് കവയത്രി അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സു നിർത്തി, തീരാ പക അല്ലെ, എല്ലാവരോടും ദേഷ്യം തോന്നും, ആരെന്ത് പറഞ്ഞാലും അവരോടൊക്കെ ദേഷ്യം തോന്നും. തിളക്കും ഈ സ്നേഹം, മനസ്സിൽ അവരോട് സ്നേഹം ഉണ്ടെങ്കിലും അതൊക്കെ എരിഞ്ഞു പോവുകയാണ്, തീക്കന് പോലെ തീറ്റരിച്ച മനസ്സുയർത്തി. ആരോടും ചേരുവാനത്, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം, ഒറ്റയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും വന്നിരുന്ന എൻ്റെ അടുത്ത് വരണ്ട, അങ്ങോട്ട് പോ അല്ലെ എന്നൊക്കെ പറയും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആ പ്രായത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതാണ് ആരോടും ചേരുവാനാവാതെ എന്താണ് വൈദ്യുതി വീജി പോലെ ആപത്തായി മാറും കാലം. നമ്മള് എന്താ പറയാ, വൈദ്യുതി പോയിക്കോട്ടെ, അത് എത്ര സ്പീഡിലാണോ പോകുന്നത് അല്ലെ, അതുപോലെ നമ്മൾ മാറിപ്പോകുന്നു. വൈദ്യുതി വീജി പോലെ ആപത്ത്, അത്രയും ആപത്തിലേക്ക് മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരിക, മാറുക, അങ്ങനെ എല്ലാം ഒരു ചീത്തതിലേക്ക് പോകുന്ന ഒരു ആപത്ത് വരുന്ന ഒരു കാലം ഉണ്ട്. ജീവിതാനന്ദങ്ങൾ കാട്ടു തേനൂട്ടിയും കാടു കാണിച്ചു രസിപ്പിച്ചാലും പോരെന്നും രക്തവും മാംസവും മജയും നോവോട് തുച്ഛത്തിൽ ആർക്കും കാലം. ജീവിത ആനന്ദങ്ങളൊക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ വരും, ജീവിതാനന്ദങ്ങളും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ കാട്ടുതേനൂട്ടി. എന്താ കാട്ടുതേൻ പറയുന്ന, അത്രയും പരിശുദ്ധമായ തേനാണ്. കാട്ടുന്ന തേനെടുക്കുമ്പോൾ അതിൽ ഒരു മായമില്ല അല്ലേ, അത് കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും, കാട് കാണിക്കുന്ന വികൃതിയാണ്, ഓരോ കുസൃതികളൊക്കെ ഇങ്ങനെ കാണിച്ചും നമ്മളെ രസിപ്പിച്ചാലും, ഓരോ അച്ഛനമ്മ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മളെ കൂടുതൽ സ്നേഹിക്കും, അല്ലതെല്ലാം തരും, എന്തൊക്കെ ചെയ്താലും രസിപ്പിച്ചാലും പോരാ, നമുക്ക് അതൊന്നും സന്തോഷം തരുന്നില്ല, ആ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിന് സന്തോഷമില്ല, പോരുന്നു, അതൊന്നും പോരാ. നമ്മുടെ രക്തം മാംസം മച്ച, മച്ചാണ് എല്ലിൻ്റെ ഉള്ളില് ഒരു ഇതുണ്ട് അല്ലെ, അതിനാണ് മച്ച എന്ന് പറയും. അപ്പൊ രക്തവും മാംസവും മച്ചയും നോവോട് ഉച്ചത്തിൽ എന്ത് ചെയ്യുന്നു, നോവോടൊത്ത് ഉച്ചത്തിലാക്കും കാലം. അതിങ്ങനെ നിലവിളിക്കുന്ന പോലെ നമ്മുടെ മനസ്സ് കിടന്ന് വേദനിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാ ഞാൻ പറഞ്ഞു. അത് നമ്മുടെ ബാല്യത്തിൽ നിന്ന് നമ്മൾ കൗമാരത്തിൽ കിടക്കുമ്പോൾ ഒരു മാറ്റം അല്ലെ, ഒന്നിനോട് ഇഷ്ടപ്പെടാത്ത എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഓണവും പൂവും മറന്ന മലയാള നാടിനും പിന്നെ ഞാൻ നോക്കി നിൽക്കേ. പഴയ കാലത്തെ ഓണമല്ല ഇന്നത്തെ ഓണം അല്ലേ, ഓണത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഓണവും മറന്നു, പല ആൾക്കാരും മലയാളികളെ ഓണവും പൂവും മറന്നു. കാരണം പണ്ട് കാലത്തൊക്കെ മുറ്റത്തെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ പൂക്കളുണ്ട്, അത്രയും പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവരെന്നും പൂടുമായിരുന്നു. ചില ആൾക്കാർ മിഥുനം 1-ന് തൊട്ടിട്ട് പൂക്കളം ഇടും, ചിലർ കർക്കിടകം 1-ന് പൂടും. ഇന്ന് നമ്മൾ അത്തം 10 ദിവസത്തിനൊക്കെ പൂക്കളം ഇടുന്നവരും ഉണ്ട് അല്ലെ. ഗ്രാമങ്ങളിലെല്ലാം ആ പൂക്കളം, നേരത്തെ പൂക്കളം ഒഴിക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഓണവും പൂവും മറന്ന, അതൊക്കെ ഇന്ന് മറന്നിരിക്കുന്നു. നമുക്ക് ഇന്ന് ഓണത്തിന് മാത്രമാണ് ഇന്ന് കൂടുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം നമ്മൾ ഇന്ന് മറന്നു. മലയാള നാടിന്നു ഞാൻ നോക്കി നിൽപ്പു, എന്താ പറയുന്നത്, ഞാൻ ദുഃഖിത, ഖിന്നവറ ദുഃഖിത, അങ്ങനെയുള്ള ഒരു മലയാള നാടിന് ഓണവും പൂക്കളും ഒക്കെ മറന്ന ആ മലയാള നാടിനെ കാണുമ്പോൾ ഞാൻ ദുഃഖത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. കവയത്രി ദുഃഖിക്കുകയാണ് ആ മലയാള നാടിനെ കാണുമ്പോൾ. അതുകൊണ്ട് കേരളത്തിന്റെ ആ അവസ്ഥയെ കാണുമ്പോൾ എന്താണ് പറയുന്നത്, കേരളത്തിലെ ഇന്ന് അന്നത്തെ അവസ്ഥ, ഇത്തിരി മണ്ണില്ലാത്ത എത്ര പേർ, സ്വന്തം ഭൂമി ഇല്ലാത്ത, സ്വന്തം പേരില് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തത് എത്ര പേരാണുള്ളത്. അതുപോലെ കൂടുപോൽ കൊച്ചു വീടത്ര, കൂടുപോലെ നമ്മളൊരു കൂണ് പോലെ ചെറിയ ചെറിയ വീടുകൾ അല്ലേ, ചെറിയ ചെറിയ ഓലപ്പുരകൾ കെട്ടിയിരിക്കുന്ന വീടുകളുണ്ട്. അതാണ് കൂടുപോൽ കൊച്ചു വീടത്ര,
അല്ലെ. അവര് ആ കൊച്ചു വീട്ടില് പൂവങ്ങു പിന്നെ ആ കൊച്ചു വീട് വെക്കാനേ ഇത്തിരി ഉള്ളു അല്ലെ. പിന്നെ പൂവ് എവിടെ നിന്നാണ്? ആ ഇത്തിരി സ്ഥലമില്ലാത്തവർക്ക് എവിടെ നിന്നാണ് പൂവ് എന്ന് ചോദിക്കും. പിന്നെ പൂവെങ്ങു പിന്നെ ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കടകക്കാറ്റും മഴയും കൊടി ചുരുക്കി. പണ്ട് കാലത്തെ കർക്കിടക മാസത്തിൽ നല്ല മഴയാ അല്ലെ. ആ സമയത്ത് മഴയും എല്ലാ വേലികളും വേലിപ്പടപ്പുകളും എന്താ പറയുക വഴിയോരങ്ങളിലും വയലുകളിലും ഓരങ്ങളിലെല്ലാം ഓണക്കാലം എത്തിയ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമായിരുന്നു അല്ലെ. കാലങ്ങൾ മാറി അല്ലെ. എല്ലാ പ്രകൃതിയിലെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പൊ ഫ്ലാറ്റിലൊക്കെയാണ് താമസം. വേലികളില്ല, വയൽവരമ്പുകളില്ല, പിന്നെ വേലിപ്പടപ്പുകളെല്ലാം ഇതൊക്കെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൂക്കളും എല്ലാം നഷ്ടമായിട്ടുണ്ട്. ഒരുപാട് ചെടികളും വംശനാശം സംഭവിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ ആ ഫ്ലാറ്റിലെ ആ ബാൽക്കണി തുഞ്ചത്ത്, അതാണ് ഇപ്പൊ ഫ്ലാറ്റിലാണ് കവയത്രി ഇരിക്കുന്നത്. ആ ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത്, തുഞ്ചം പറഞ്ഞാൽ ഏറ്റവും അഗ്രം മുകളിലാണ് അല്ലെ. അതാ എത്രയോ മുകളിലെ ഫ്ലാറ്റിന്റെ ഏറ്റവും ഉയർന്ന നിലയിലിരിക്കുമ്പോൾ കർക്കിടക കാറ്റും മഴയും കൊടി ചുരുക്കി പറഞ്ഞാൽ എന്തായിരുന്നു? ഏത് മാസം പോകുന്നില്ല, മഴയുമില്ല എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ മഴയും കാറ്റും ഒന്നുമില്ല. അതൊക്കെ കൊടി ചുരുക്കി എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. കൊടി ചുരുക്കി. താഴത്തെ ഇത്തിരി മണ്ണി വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ. താഴത്ത് നോക്കുമ്പോൾ അവിടെ ഒരു തുമ്പച്ചെടി അല്ലേ. ആ തുമ്പച്ചെടിയെ ഇത്തിരി മണ്ണില് വിനീതയായി വന്നെന്താ അവിടെ ഭയങ്കര വിനീതമായ താഴ്മയോടുകൂടി, താഴ്മയോടെ പാവത്തെ ആ തുമ്പച്ചെടിയെ കണ്ടു നിൽക്കേ. ഞാനിങ്ങനെ ആ തുമ്പച്ചെടികൾക്ക് വേദനിപ്പിക്കാതൊരമ്മ തൻ നിശബ്ദം ദേവിതമാർന്ന മുഖസ്മരിപ്പൂ. ഞാൻ ആ തുമ്പച്ചെടിയെ കാണുമ്പോഴൊക്കെ എൻ്റെ അമ്മയാണ് ഓർക്കുന്നത്. അതാണ് പറയുന്നത്. എന്താണ്? താഴത്തെ ഇത്തിരി വിനീതയായ പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ. വേദനിപ്പിക്കാത്ത ഒരു അമ്മ തന്നെ, എന്നെ ഒരിക്കലും വേദനിപ്പിക്കാത്ത ആ അമ്മ തന്നെ നിശബ്ദ ദേവതയാർന്ന, ദേവതം പറഞ്ഞ വിറയ്ക്കുന്ന, വയസ്സാകുമ്പോൾ നമുക്ക് ശരീരമൊക്കെ വിറവേ അല്ലേ. അതാ ദേവതാർന്ന മുഖമൊക്കെ ഇങ്ങനെ കഴുത്തൊക്കെ വിറയ്ക്കുന്ന അമ്മയുടെ മുഖസ്മരിപ്പൂ. ഞാൻ അതാണ് ഓർക്കുന്നത്. ആ തുമ്പപ്പൂ കാണുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖമാണ് അല്ല, വിറയ്ക്കുന്ന മുഖമാണ് സ്മരിപ്പൂർണ ഓർക്കുന്നത് എന്ന് പറയും. എന്തിനു പൂക്കളം? പിന്നെ എനിക്ക് എന്തിനാണ് പൂക്കളം? എന്തിനു പൂക്കളം? എന്തിലും മീതയാണ് മുഖം. എൻ്റെ അമ്മയുടെ ഐശ്വര്യമുള്ള മുഖം ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനാണ് വേറൊരു പൂക്കളം? അതാണ് പറയുന്നത്. എന്തിനു പൂക്കളം? എന്തിലും മീതയാണ് മുഖം സ്നേഹമായി ചൊലിക്കേ. അല്ലെ, അമ്മയുടെ ആ സ്നേഹമുള്ള മുഖം ജ്വലിക്കുകയാണ്, പ്രകാശിച്ചിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേറൊരു പൂക്കളം വേണ്ട. അതാണ് സ്നേഹമായി ജ്വലിക്കേ. ഓണപ്പുലർച്ചയിൽ കൂരിരുളിൽ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും. ഓണപ്പുലർച്ചയിൽ, ഓണസമയത്ത്, അപ്പോൾ ഓണപ്പുലരിയിൽ കൂരിരുളിൽ, ആ കൂരിരുട്ടത്തും അതിനെയൊക്കെ നീക്കിയിട്ട്, അതാണ് കൂരിരുട്ടൊക്കെ മാറ്റിയിട്ട് വീടിനകത്ത് അമ്മ വന്നാൽ ഒരു പ്രകാശമാണ്. അതാണ് പറയുന്നത്. വന്നു ഉദിക്കും അമ്മ സൂര്യനെ പോലെ ആ ഇരട്ടത്തെ ഓണപ്പുലരിൽ വന്ന് ഉദിക്കുക. അതാണ് അമ്മയുണ്ടെങ്കിൽ എൻ്റെ വീട് ഓണപ്പുലരി തന്നെയാണ്. അമ്മ വീട്ടിലുണ്ടെങ്കിൽ മാലറ്റു പോകും. മാല ദുഃഖം. അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഒരു ദുഃഖമോ ഇല്ല. മാലറ്റു പോകും. വരും വർഷം, ഓരോ കാലം വരും അല്ലേ. വർഷം മഴയാകാം. വർഷം എന്നുള്ളതിനർത്ഥം മഴ എന്നുണ്ട്, കൊല്ലവർഷം എന്നുണ്ട്, ഇയറുന്നുണ്ട്. അപ്പൊ വരും വർഷം, അടുത്ത വർഷം എന്തിനു? അക്ഷയ ശ്രീയാം വലതുകാൽ വെച്ചു കയറും അല്ലേ. ഓരോ കാലം കഴിയുന്നതോറും അക്ഷയം പറഞ്ഞാൽ ഒരിക്കലും ക്ഷയിക്കാത്ത, ശ്രീ പറഞ്ഞ ഐശ്വര്യം. ഐശ്വര്യം എൻ്റെ വീട്ടിൽ എന്തോ ഐശ്വര്യമാണ്, അതിനൊരിക്കലും നശിക്കില്ല. അക്ഷയം ഒരിക്കലും നശിക്കാത്തത് അല്ലേ. എന്നും ഐശ്വര്യം നിറഞ്ഞുകൊണ്ടിരിക്കും. അത് വലതുകാൽ വെച്ച് കയറും. നമ്മൾ ആദ്യമായി വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ വലത് കാൽ വെച്ച് കയറും അല്ലേ. അധികം വിവാഹം കഴിഞ്ഞ് വരുന്ന സ്ത്രീകളെ നമ്മൾ പറയാറുണ്ട്, വധുവിന് വലത് കാൽ വെച്ച് വീട്ടിലേക്ക് കയറണം, എന്നാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുക എന്ന് വിശ്വസിക്കുന്നു അല്ലേ. അതുപോലെ പറയാൻ അവിടെ ഐശ്വര്യം വലതുകാൽ വെച്ച് കയറും എന്നത്. അപ്പം അവിടെ അതുകൊണ്ട് ഐശ്വര്യം എന്നും അവിടെ നിറഞ്ഞു നിൽക്കുമെന്ന് കവയത്രി പറയണം. അതുകൊണ്ട് കവയത്രിയുടെ അമ്മ തന്നെയാണ് അവിടെ ഐശ്വര്യവും ധനവും എല്ലാം അല്ലെ, സന്തോഷവും ഒക്കെ
കവയത്രി തൻ്റെ ആ അമ്മയെ ആ കവിതയിലൂടെ പുതുവർഷ എന്ന കവിതയിലൂടെ നമുക്ക് അമ്മയുടെ ആ നിർമ്മല സ്നേഹമൊക്കെയാണ് ആ കവിതയിൽ കാണിച്ചു തരുന്നത്. ഇത്രയും കവിത നന്നായി ശ്രദ്ധിക്കാം. എൻ്റെ മറ്റുള്ള ക്ലാസ്സുകളും ശ്രദ്ധിക്കണം. അതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.